നാലാമത്തെ ഇനം എന്ന് പറയുന്നത് വിവിധ റിപ്പോർട്ടുകളുടെ അവതരണമാണ്. റിപ്പോർട്ട് അവതരണം എന്ന ഇനത്തിന് താഴെയായി അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടുകൾ വ്യക്തമായി എഴുതാവുന്നതാണ്. ഉൾപ്പെടുത്തേണ്ട റിപ്പോർട്ടുകൾ ഈ പറയുന്നവയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ആദ്യം അയൽക്കൂട്ട പ്രവർത്തന റിപ്പോർട്ടും അതോടൊപ്പം മൈക്രോ ഫിനാൻസ് പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന മൈക്രോ ഫിനാൻസ് ഉപസമിതിയുടെ റിപ്പോർട്ട് മൈക്രോ ഫിനാൻസ് ഉപസമിതി കൺവീനറായ അയൽക്കൂട്ട സെക്രട്ടറിക്ക് അവതരിപ്പിക്കണം. ഗ്രാമസഭ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളെ കുറിച്ച് അവതരിപ്പിക്കുന്ന ഗ്രാമസഭ തൊഴിലുറപ്പ് ഉപസമിതി റിപ്പോർട്ട് ഉപസമിതി കൺവീനറായ അയൽക്കൂട്ട പ്രസിഡന്റ് അവതരിപ്പിക്കുന്നു. അതിനുശേഷം ഉപജീവന ഉപസമിതി പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന ഉപജീവന ഉപസമിതി കൺവീനറുടെ റിപ്പോർട്ട് അവതരണമാണ്. അതിനുശേഷം സാമൂഹ്യ വികസന ഉപസമിതി പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന സാമൂഹ്യ വികസന ഉപസമിതി കൺവീനറുടെ റിപ്പോർട്ട് അവതരണമാണ്. അവസാനത്തെ റിപ്പോർട്ടായി അടിസ്ഥാന വികസന ഉപസമിതി പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന ഉപസമിതി കൺവീനറുടെ റിപ്പോർട്ട് അവതരണമാണ്.